കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന നയനെ ആദർശം കിടക്കുവാണ്. അപ്പൊ നയന നല്ല ഉറക്കമായി. പക്ഷെ ആദർശിന് കിടന്നിട്ടോ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ആദർശം എന്ത് ചെയ്യാണ്? അതൊക്കെ നയനയുടെ മുഖത്തേക്ക് നോക്കി. ഇവൾക്ക് എന്തും ഭംഗിയാ. ആദ്യമായിട്ട് ഇവൾക്ക് ഇത്ര സൗന്ദര്യം തോന്നുന്നേ. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ തോന്നിയിട്ടില്ല. എന്തോ ഇവിടെ അടുത്ത് കിടന്നാലോ, ഒന്ന് കെട്ടിപ്പിടിച്ചാലോ എന്നൊക്കെ ആദർശം തോന്നുക. പിന്നെ ഓർത്ത് വേണ്ട, ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളെങ്ങാനും ഉറക്കത്തേന്ന് ഉറങ്ങാലോ, പിന്നെ അതോടുകൂടി തീർന്നു തന്റെ കാര്യം. പിന്നീട് ആദർശ് വേണ്ടെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ കിടക്കുക. പക്ഷെ എന്നിട്ടും ആദർശിന് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദർശ് എന്ത് ചെയ്യുക? തന്റെ കൈയെടുത്ത് പതുക്കെ നയനയുടെ മുഖത്തൊന്ന് തലോടുക. പക്ഷെ നല്ല ഉറക്കത്തിലായതുകൊണ്ട് നയന പെട്ടെന്ന് ഞെട്ടി ഉണരുക. എന്താ ആദർശേട്ടാ, എന്താ കാണിക്കണേന്ന് ചോദിക്കുക. നയനെ നോക്കിക്കഴിഞ്ഞപ്പോ ആദർശ് നയനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്ന കണ്ടേ. ഞാനൊന്നും കാണിച്ചില്ല, സത്യം പറ, ഇപ്പൊ എന്നെ എന്തോ കാണിച്ചെന്ന് പറയാം. ഇല്ല, ഞാനൊന്നും കാണിച്ചില്ല എന്ന് പറയാം. അല്ല ആദർശാണ് എങ്ങനെയാ എന്റെ ഇത്ര അടുത്ത് വന്ന് കിടക്കണേ? അല്ല അത് പിന്നെ ഞാൻ ഉറക്കത്തിൽ അറിയാതെ മനസ്സിലായി. അല്ല ആദർശാണ് എന്തെങ്കിലും മുഖത്തൊരു ചമ്മലല്ലേ? എനിക്കൊരു ചമ്മലൊന്നും ഇല്ല. അല്ല ആദർശ് പറഞ്ഞു, ഇപ്പൊ ഞാൻ അടുത്ത് കിടന്ന എന്തോ കുഴപ്പമിരിക്കണേ? ഞാൻ നിന്റെ ഭർത്താവില്ലെന്ന് ചോദിക്കൂ. അങ്ങനെയല്ലേ, അങ്ങനെ ബോധമൊക്കെ ഉണ്ടല്ലേ? അന്നൊരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് അടുത്ത് കിടന്നു, ഇച്ചിരി ചേർന്ന് കിടന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. പക്ഷെ ആദർശം ഞാൻ കിടക്കുന്നൊന്നുമില്ല, ഞാൻ ഇങ്ങനെ നീ കിടന്നോളാന്ന് പറഞ്ഞു നീ കിടന്നിട്ട് നയനെ ഇങ്ങനെ നോക്കുവാണ്. അപ്പൊ നയന മനസ്സ് വിചാരിച്ചു, ആദർശാണ് നിങ്ങൾ അടുത്ത് കിടന്നാൽ എന്താ, തന്നെ ഒന്ന് നെഞ്ചോട് ചേർത്താ എന്താ കുഴപ്പമിരിക്കണേ എന്നോർത്ത് നയനെ ആദർശിന്റെ കണ്ണുകളിലേക്ക് നോക്കുക. അപ്പൊ ആദർശ് നയനെ നോക്കിയിട്ട് മനസ്സിൽ പറയാം, ഇവൾക്കാണെങ്കിൽ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച എന്താ കുഴപ്പം? ഓഹോ, ഒന്നിനും വയ്യല്ലേ? ഇനിയിപ്പൊ ഞാൻ എങ്ങാനും കെട്ടിപ്പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് മതി വലിയ പ്രശ്നമാകാനായിട്ട്. ആദർശ് വെച്ചു, നീ എന്തോ ഓർക്കണേ? ഒന്നുമില്ല, മനസ്സിൽ ഓർത്ത കാര്യം സംഭവിക്കണേന്നാ. പിന്നീട് ആദർശന് നയനയുടെ കണ്ണുകളിലേക്ക് നോക്കുക. രണ്ടുപേരുടെ കണ്ണുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടി. രണ്ടുപേർക്കും നല്ലതായിട്ട് ഇഷ്ടമുണ്ട്. പക്ഷേങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ ഒരു മടി. ഒരാൾ ചെയ്യുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുവോ എന്നൊരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ ആദ്യം അയാൾ ചെയ്യട്ടെ എന്നൊരു രീതിയായിരുന്നു. ഒരു ഈഗോ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ആദർശന് മുഖത്തേക്ക് നയന വെച്ചു, എന്താ ആദർശാണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന നടക്കട്ടെ എന്ന് കരുതിയതാന്ന് പറയാം. ശരി ആയിക്കോട്ടെ, എന്നാ കിടന്നുറങ്ങിക്കോളാം പറയാം. അങ്ങനെ നയന പതുക്കെ കണ്ണുകളടച്ച് കിടന്നുറങ്ങുക. ആദർശം അങ്ങനെ കിടന്നുറങ്ങി. ഈ സമയത്തോ നവ്യ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. നവ്യ നോക്കിയുമ്പോ അഭി നല്ല കൂർക്കം വലിച്ചു കിടന്നുറങ്ങുക. താൻ ഗർഭിണിയായിട്ട് പോലും തന്നോട് ഇരിറ്റ സ്നേഹം കാണിക്കുന്നില്ല. തന്റെ വയറ്റ് വീഴുന്ന കുഞ്ഞിനോട് പോലും സ്നേഹം കാണിക്കുന്നില്ല. ഇത് കല്യാണത്തിന് മുമ്പ് എന്തൊരു സ്നേഹമായിരുന്നു നവ്യക്ക് തന്നോട്. ഇപ്പോഴാണെങ്കിലോ തിരിഞ്ഞു കിടക്കുക, തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന പോലുമില്ല. നവ്യക്ക് സത്യമായി നല്ല കരച്ചിൽ വന്നു. നവ്യ തിരിഞ്ഞു കിടന്ന് കരയുവാണ്. സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ നയന കണ്ണു തുറന്നു നോക്കി കഴിയുമ്പോ ആദർശ് തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇത് കണ്ടത് നയനയ്ക്ക് അത്ഭുതമായിരുന്നു. ആദ്യത്തെ സംഭവമാണ് ഇത്ര നാളായി അടുത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് വരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നയന പതുക്കെ ആദർശിന്റെ കണ്ണുകളിലേക്ക് നോക്കുക. അപ്പൊ ആദർശ് നല്ല ഉറക്കുക. പെട്ടെന്ന് നയന എന്ത് ചെയ്യുക, ആ കൈയെടുത്ത് ആദർശിന്റെ കയ്യിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ആദർശൻ എന്നോട് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിക്കുന്നേ. അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. സമയം ഒത്തിരി ആയല്ലോ, ഇനിയിപ്പം താൻ എഴുന്നേറ്റ് എന്നില്ലെങ്കിലോ അത് വല്ലാത്ത പ്രശ്നമാവും. എഴുന്നേറ്റ് അടുക്കളയിൽ പോകണം. പക്ഷെ ആദർശന്റെ കൈ എടുത്ത് മാറ്റാനും ഒരു മടി. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നയന ഇരിക്കുക. പിന്നീട് ആ പതുക്കെ ആ കയ്യിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ആദർശം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നെ. നോക്കി കഴിയുമ്പോഴോ തന്റെ കൈ അവളുടെ മേത്തും നയനയുടെ മേത്തും. ആദർശം ഞെട്ടി ഉണർന്നപ്പം നയന പെട്ടെന്ന് പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി. നയന ചോദിച്ചു, ആദർശൻ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കും. എന്ത്? ഓഹോ, അപ്പൊ ഒന്നും അറിയത്തില്ലല്ലേ? എന്നെ ഇപ്പൊ കെട്ടിപ്പിടിച്ചോ? അല്ല അത് പിന്നെ ഞാൻ ഉറക്കത്തിലാന്നും പറഞ്ഞാലും മനഃപൂർവ്വം എന്നെ കെട്ടിപ്പിടിച്ചല്ലേന്ന് ചോദിക്കും. എനിക്കറിയാം. അല്ല നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോ? എനിക്കറിയില്ല, ഞാനും നല്ല ഉറക്കത്തിലായിരുന്നു പറയാം. അതെ, ഇതും മുത്തശ്ശൻ പറഞ്ഞിട്ടാണോ ഈ കെട്ടിപ്പിടുത്തമൊക്കെ? അല്ല അത് പിന്നെ മുത്തശ്ശൻ പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയാം. എന്നാ നീ അങ്ങനെ ചോദിച്ചേ? അല്ല എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ പറഞ്ഞിട്ടല്ലേ ആദർശാനം ചെയ്യാറുള്ളൂ, അതുകൊണ്ട് ഞാൻ ചോദിച്ച മുത്തശ്ശന് വേണ്ടിയിട്ടാണോ ഇനിയിപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചെന്നുള്ള കാര്യം. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയും. അതിന് ഞാൻ നിന്നെയൊന്നും ചെയ്തില്ലോ. ചെയ്തോ ഇല്ലെന്ന് ആര് കണ്ടു? എന്റെ ദൈവമേ, ഇനി എങ്ങനെ ഈ മുറി കിടന്നുറങ്ങോ വിശ്വസിച്ച്? അതെന്താ, എന്തൊക്കെ അതിക്രമങ്ങളെ രാത്രി ഉണ്ടാകാൻ പോണേന്ന് അറിയത്തില്ലോ, അതുകൊണ്ടാ. മുത്തശ്ശനോടൊന്ന് പറയണമെന്ന് പറയാ. എന്ത്? ഈ കാര്യങ്ങളൊക്കെ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ അതിന് നിന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറയാം. ആയിക്കോട്ടെ, ഞാനെന്ന് എഴുന്നേറ്റ് ചെല്ലട്ടെ എന്ന് പറയണ. നീ എന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റ് പോന്നേ? അതേ, നേരം വെളുത്തിട്ട് സമയമായി. നീ എഴുന്നേക്കാ ഇരുന്നിട്ടുണ്ടെങ്കിലേ പ്രശ്നവും. അമ്മയുടെ സ്വഭാവം അറിയാലോ. അതെ,
കുഴപ്പമൊന്നുമില്ല, അമ്മ എന്തേലും പറയട്ടെ, നീ കുറച്ച് സമയം കൂടെ കിടക്കാൻ പറയണം. ഏ വേണ്ട വേണ്ട, അമ്മ എന്തേലും പറയട്ടെ എന്ന് പറയും. പിന്നെ ഞാൻ വേണം ചീത്ത വെക്കാനായിട്ട്. അമ്മ പറഞ്ഞാലേ നീ ഒന്നും മിണ്ടാ നിന്നങ്ങോട്ട് കേട്ടാ മതി. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അമ്മ കുറച്ച് സമയം കഴിയുമ്പോൾ നിർത്തിക്കോളും, പിന്നെ എന്താ കുഴപ്പമായിരിക്കണേ? കുറച്ചു നേരം കൂടെ കിടക്കാൻ പറയണം. പക്ഷെ നയന കിടന്നില്ല. നയന പറഞ്ഞു, ആദർശേട്ടന് ചായ വേണോ, എന്താ കാപ്പി എന്നാ വേണ്ടെന്ന് ചോദിക്കണം. എനിക്ക് ചായ മതി എന്ന് പറയണം. അത് ഞാൻ കുളിച്ചിട്ട് കൊണ്ടുത്തരണോ ഇപ്പൊ കൊണ്ടുത്തരണോ? നീ കുളിച്ചിട്ട് കൊണ്ടു തന്നാ മതി എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു ഇപ്പൊ നയനം കൂടെ എഴുന്നേറ്റു. എന്നാ ശരിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷമേ ആദർശേണ്ണ കാച്ചി എണ്ണയിട്ട് തലയൊന്ന് മസാജ് ചെയ്ത് തരാന്ന് പറയാ. അസുഖങ്ങളൊക്കെ പോട്ടെ എന്ന് പറയും. ഏ അസുഖങ്ങളോ? എനിക്കതിന് അസുഖങ്ങളൊന്നും ഇല്ല, ഇപ്പൊ എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം. ഉം കുഴപ്പമൊന്നും ഇല്ല. ശ്വാസമുള്ളൊക്കെ ഉള്ളതല്ലേ, അതിനെന്താ ഞാൻ കൂർക്കം വലിച്ചോന്ന് ചോദിക്കും. കൂർക്കം വലിച്ചോന്ന് എനിക്കറിയില്ല, കാരണം ഇന്നലെ ഞാൻ കേട്ടില്ല, ഞാൻ നല്ല ഉറക്കമല്ലായിരുന്നോ, അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റിയില്ലെന്ന് പറയാം. പിന്നെ കാച്ചി എണ്ണയിട്ട് തല മസാജ് ചെയ്യുന്ന നല്ലതല്ലേ. ശരി ശരി, നീ എന്നാ പോയി കുളിച്ചിട്ട് വരാൻ പറയണ. അങ്ങനെ നയന ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ വാതിലിന്റെ അവിടെ നിന്നിട്ട് നയന നോക്കുമ്പോ ആദർശ് നയന തല വെച്ച തലവണി എടുത്ത് കെട്ടിപ്പിടിക്കുകയാണ്. നയനയ്ക്ക് മനസ്സിലായി ആദർശിന്റെ ഉള്ളിൽ സ്നേഹം. കള്ളൻ തന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ തുറന്നു പറയാനായിട്ട് ബുദ്ധിമുട്ട്. മുമ്പത്തെ പോലെ ഒന്നുമല്ല, നല്ല പ്രണയമായിട്ടുണ്ട്. നയന പതുക്കെ ആദർശിനെ ഒന്ന് നോക്കുക. പെട്ടെന്ന് ആദർശം എന്ത് ചെയ്യാണ്, തലയണ അങ്ങോട്ട് മാറ്റിയിട്ട് അത്തരം പൊടി തട്ടുന്ന പോലെ കാണിക്കും. ദൈവം, അവള് കണ്ടെന്ന് തോന്നേ താൻ തലയണ കെട്ടിപ്പിടിക്കുന്നതൊക്കെ. പ്രശ്നമായോ? നയന ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അകത്തേക്ക് അങ്ങോട്ട് കുളിക്കാൻ കയറി പോവാ. ഈ സമയത്ത് ആദർശം മനസ്സിൽ കരുതി, ആദ്യമായിട്ട് ഒരു പ്രണയം തോന്നുന്നത് അത് കല്യാണത്തിന് ശേഷം. സ്വന്തം ഭാര്യയോട്. ഇങ്ങനത്തെ പുരുഷന്മാരൊക്കെ കുറവായിരിക്കും കല്യാണത്തിന് ശേഷം ഭാര്യയെ ഇതുപോലെ പ്രണയിക്കാൻ പുറകെ നടക്കുന്നത്. പിന്നീട് കാണിക്കുന്ന നേരെ കുളിയെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് ചായ എടുക്കാനായിട്ട്. ആ സമയത്ത് കനക ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നേ. നേരെ കണ്ടോ പറഞ്ഞു, ആഹാ മോളിന്ന് താമസം എഴുന്നേറ്റല്ലേ? അതേ ആ എനിക്കറിയാം, ഇന്നലെ രാത്രി വൈകിയ വന്ന് കിടന്നല്ലേന്ന് ചോദിക്കാം. അല്ല അമ്മയ്ക്ക് ഇതെങ്ങനെ മനസ്സിലായി? അതെ, നിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മായിമ്മ ഒന്ന് പറഞ്ഞു രാത്രി എന്നോട് ചുറ്റാൻ പോയതെന്ന്. കുറച്ച് അസൂയോട് കൂടിയാ പറഞ്ഞത്. അവർക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നെന്ന് പറയാ. ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വരുന്നേ. നവ്യ ഒന്ന്, ആഹാ ഇന്നലെ രാത്രി പുറത്തു പോയായിരുന്നു ചോദിക്കും. പുറത്ത് പോയായിരുന്നു ചേച്ചിന്ന് പറയാ. ഈ സമയത്ത് നവ്യ പറഞ്ഞു, എനിക്കില്ലാത്ത ഭാഗ്യം നിനക്കെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പറയാണ്. ഇവിടെ നിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായി വരുമ്പോഴത്തേനും എന്റെ കാര്യം ഏതാണ്ട് അവതാളത്തിലായോ, എനിക്കിപ്പോ ശനി ബാധിച്ചിരിക്കുമെന്ന് തോന്നുന്നതെന്ന് പറയാ. എന്താ അങ്ങനെ പറഞ്ഞേ? അബയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല, പണ്ടത്തെ എപ്പോഴൊന്നും അല്ലാന്ന് പറയാ. ഇപ്പോഴാണെങ്കിലോ ആ നിർമ്മലിന്റെ കാര്യം കൂടെ ആയപ്പോഴത്തേനും ഒന്നുകൂടെ ഇതായി, എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? സങ്കടമൊന്നും ഇല്ലമ്മേ. നയന പറഞ്ഞു, അതൊക്കെ ശരിയാവും, നമുക്ക് അബീനെ മാറ്റിയെടുക്കാന്നേ. നവ്യേച്ച് അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഈ സമയം കനക പറഞ്ഞു, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിനക്കറിയാലോ, നിന്റെ സ്വഭാവം തന്നെ അറിയാലോ. പക്ഷെങ്കിൽ ഇപ്പോഴങ്ങനെയല്ലെന്ന് നവ്യമോളെ, ഇപ്പൊ നിനക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ പേടിക്കണ്ട, അബിയുടെ സ്വഭാവങ്ങളൊക്കെ മാറും. ഇത് കേട്ടാ നവ്യ പറഞ്ഞു, അബിയുടെ സ്വഭാവം മാറണമെങ്കിലേ ആദ്യം ആ തള്ളയുണ്ടല്ലോ അവന്റെ അമ്മാവനെ കൊല്ലണമെന്ന് പറയാ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഇവിടെ എങ്ങനെ ഉണ്ട് കേട്ടിട്ടുണ്ടാതെ വലിയ പ്രശ്നമാണെന്ന് കനക പറയാ. നയന പറഞ്ഞു, ആ പറഞ്ഞ കറക്റ്റാ, അവർക്ക് എന്തെങ്കിലും മാറ്റം വരണം. അപ്പച്ചിക്ക് മാറ്റം വന്നാൽ മാത്രം ഇനി ഇപ്പൊ അബി ചേച്ചിനെ സ്നേഹിക്കോളെന്ന് എനിക്ക് തോന്നേ. കാരണം എന്തേലും ഒരു നല്ല കാര്യം ചെയ്താൽ പോലും അവരൊരിക്കലും അംഗീകരിക്കാൻ പോലും പോകുന്നില്ല. അത് മാത്രമല്ല മകനെ പറഞ്ഞ് തിരുത്തിക്കൊണ്ടിരിക്കുന്ന അവരാണ്. അബീനെ നേർവഴിക്ക് നടത്തണ്ടെന്ന് പകരം അബീനെ എങ്ങനെയെങ്കിലും മനസ്സിൽ കുരുട്ട് നിറച്ച് വിടുക അവർ ചെയ്യുന്നേ. അല്ല അവരുടെ മനസ്സിലെ ആഗ്രഹം അതൊക്കെ തന്നെയല്ലേ. ഈ സമയം കനക പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മോള് കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കുക, ഞാൻ വരുമ്പോ എന്റെ കൂടെ അങ്ങോട്ട് പോരെ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അബിക്ക് മാനസാന്തരം ഉണ്ടായി തിരികെ വന്ന് വിളിച്ചാലോ. നല്ല കഥയെ എന്റെ അമ്മേ. നയന വീട്ടിൽ പോയിരുന്നപ്പം ആദർശേട്ടൻ വന്ന് വിളിച്ചെന്ന് പറഞ്ഞോണ്ട് ഒരു കാരണവശാലും ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അബി എന്നെ വന്ന് വിളിക്കാൻ പോകുന്നില്ല. അബിയുടെ സ്വഭാവം അറിയാലോ. ഞാൻ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ നല്ല കാര്യമെന്ന് അവൻ വിചാരിക്കും. അവൻ തന്നെയല്ല അവന്റെ അമ്മയെ അവിടെ എന്നും നിൽക്കട്ടെന്നേ വിചാരിക്കുള്ളൂ. എന്നെങ്കിലല്ലേ എനിക്ക് വല്ല ഡിവോഴ്സ് നിന്നിട്ട് അവന് വേറെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അവന്റെ മനസ്സിൽ ആഗ്രഹം, അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അതെ ചേച്ചി അന്ന് ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, നമുക്ക് അഭിയെ മാറ്റിയെടുക്കാന്ന് പറയാം. എനിക്ക് ആ പ്രതീക്ഷകളൊന്നുമില്ല, പക്ഷെ ഇപ്പം നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയാവോ, നീ ആദർശം തമ്മിൽ അടുക്കുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തോടെ കഴിയണേ, അത് മാത്രമാണ് എൻ്റെ ഇപ്പം മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, പാവം ചേച്ചി നല്ല സങ്കടമുണ്ട്, പണ്ടത്തെ സ്വഭാവമല്ലോ എന്ന് പറയാം. അത് ശരിയാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ, പക്ഷെങ്കിൽ അബീനെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് പറയാം. ഇത് കേട്ട നയന പറഞ്ഞു, എനിക്ക് അബിയുടെ കാര്യത്തിൽ നല്ല സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അതെന്താ? അല്ല മുമ്പ് ഓർക്കുന്നുണ്ടോ
അബിയും നവ്യേച്ചിയും കൂടെ പുറത്തു പോയ സമയത്ത് നവ്യേച്ചിയുടെ ഇതിലെ ആക്രമണമൊക്കെ ഉണ്ടായത് ഒരാളെ കൊല്ലാൻ വന്നൊക്കെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ശരിയാ, അതെനിക്ക് നന്നായിട്ട് ഡൗട്ടുണ്ട്. ഇപ്പൊ അബി അത് ചെയ്യിച്ചാണെന്ന്. അബി മനഃപൂർവ്വം നവ്യേച്ചിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണെന്ന്. കനക പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുവോ? അവന്റെ സ്വഭാവം ആയതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ലമ്മേ. ചിലപ്പോ അതല്ല, അതിനപ്പുറം ചെയ്യൂന്ന് പറയാം. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു ശരിയാ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടത്തില്ല, ഞാൻ ആരെന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം. പിന്നീട് നയന് ചായയൊക്കെ ആയിട്ട് നേരെ പോകുന്ന അനിയുടെ മുറിയിലേക്കാണ്. എനിക്ക് ചായ കൊടുക്കാൻ ചെല്ലുമ്പോ അനി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ബെഡിലിരിക്കുക. എന്താ അനി, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കുക. ഒന്നുമില്ല അടുത്തി, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ? അതൊക്കെ അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറയണേ. അതൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ നന്ദുന്റെ മനസ്സിൽ നീ ഒരു ഫ്രണ്ട് മാത്രം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറയാം. എന്നാ ഏട്ടത്തി, അവൾക്ക് ഇതൊക്കെ നേരത്തെ തുറന്നു പറയാൻ മേലായിരുന്നോ? എന്താ അനി നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇതിനു മുമ്പ് അവൾ വീട്ടിൽ പോയി ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് അവൾ എന്നോട് ഒന്നും പറഞ്ഞിരുന്നില്ല. വീട്ടിൽ പോയിരുന്നു, അതെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് അവൾ എന്നോട് പെട്ടെന്ന് പോകാനാ പറഞ്ഞേ. ഇഷ്ടമാണെന്നും പറഞ്ഞില്ല, ഇഷ്ടമല്ലാന്നും പറഞ്ഞില്ല. അപ്പൊ അന്നാ അവൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, അന്ന് പറയാൻ മേലായിരുന്നു ചോദിക്കും. അല്ല പിന്നെ അന്നാ അതിന് ശേഷമായിരിക്കും നന്ദുവിനെയും മാറ്റം ഉണ്ടായത്. നന്ദുവിന് നിന്നോട് തുറന്നു പറയാൻ ഒരു മടി, അതുകൊണ്ടായിരിക്കും അവളുടെ മുഖത്ത് ആ മനപ്രയാസമൊക്കെ കണ്ടത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി അനിയോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്നുള്ളത്. അതെ, അവൾക്ക് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹമില്ല. എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം അവളുടെ കൺമുന്നിലുണ്ടല്ലോ. ഇനി മൂന്നാമത് ഒരാളായിട്ട് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എന്തായി തീരും. അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറയണേ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് ചോദിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി, എന്നാലും നന്ദനൊന്ന് തുറന്നു പറയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമാണെന്ന് പറയാം. അതൊന്നും ഓർത്ത് ഇനി വിഷമിച്ചിരിക്കേണ്ട കേട്ടോ. നന്ദന്റെ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടേരെ. അല്ലെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. എനിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോന്ന് ചോദിക്കും. ഞാനെന്തിനാ ഏട്ടത്തിയോട് ദേഷ്യപ്പെടുന്നേ? അല്ല, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞേന്. എനിക്ക് ദേഷ്യമൊന്നും ഇല്ല ഏട്ടത്തി എന്ന് പറയാം. അല്ലെങ്കിൽ ഇനി അതിന് നന്നാവും തീരുമാനിക്ക്. അനാമിക മാത്രം മതി അനിയുടെ മനസ്സില്, നന്ദു വേണ്ട കേട്ടോ. നന്ദുവിന്റെ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറയാ. കല്യാണത്തിന് അധിക ദിവസമില്ല, നല്ല കുട്ടിയായിട്ട് ഈ ചായ കുടിച്ചിരിക്കുക. എന്നിട്ടൊന്ന് വന്ന് കുളിച്ചിട്ടൊക്കെ വാ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെക്കാന്ന് പറയണേ എന്നും പറഞ്ഞ് നയനെ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് പോവാ. ഈ സമയം അനി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. പിന്നീട് ചായയൊക്കെ ആയിട്ട് മുറിയിലേക്ക് ചെല്ലുക. മുറിയിലേക്ക് ചെല്ലുമ്പോ ആദർശ് നയനെ തലയെ ചൂടിയ മുല്ലപ്പൂ ഇങ്ങനെ മണത്തോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് നയനെ ഈ കാഴ്ച കണ്ടു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ആദർശാണ് നിനക്ക് പണ്ടത്തെ പോലെ അല്ല, പ്രണയം അങ്ങോട്ട് ഒഴുകുവാണ് ഇങ്ങോട്ട്. പെട്ടെന്ന് നയനെ എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ചുമച്ചു. പെട്ടെന്ന് ആദർശ് എന്ത് ചെയ്യണം, ആ മുല്ലപ്പൂ ആ ബെഡിലേക്ക് ഇടുക. എന്താ ആദർശേട്ടാ? ഒന്നുമില്ല, ഈ മുല്ലപ്പൂ ഒക്കെ ഇവിടെ ആരെ കട്ടിലിട്ടിട്ട് പോകാൻ പറഞ്ഞേ, അതൊക്കെ കൊണ്ട കളയണ്ടേന്ന് ചോദിക്കും. കളഞ്ഞിട്ടുണ്ട് ആദർശാണ് ഇപ്പോഴത്തെ മണക്കാൻ പറ്റുമായിരുന്നു ചോദിക്കും. ഞാൻ അടുത്ത് മണത്തൊന്നുമില്ലെന്ന് പറയാം. വേണ്ട, കള്ളത്തരം പറയണ്ടെന്ന് പറയും. ഞാൻ കണ്ടെന്ന് പറയാം. ആദർശ ആകെപ്പാടി ഒന്ന് ചമ്മി. അതെ, മുത്തശ്ശൻ പറഞ്ഞിട്ടാണോ ഇങ്ങനെ കാണിക്കുന്നത് ചോദിക്കും. നീ എന്തിനാ എപ്പോഴും മുത്തശ്ശന്റെ കാര്യം പറയണേ? അല്ല, ആദർശാണല്ലേ എപ്പോഴും എന്ത് കാണിച്ചാലും മുത്തശ്ശൻ പറഞ്ഞിട്ടാന്ന് പറയണേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല. പിന്നീട് പറഞ്ഞു, അല്ല നീ മുത്തശ്ശന് ചായ കൊടുത്തായിരുന്നു ചോദിക്കും. ചായ കൊടുത്തായിരുന്നു. അല്ല, ഇവിടെ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കും മുത്തശ്ശനോട്. എന്ത് പറയാനായിട്ട്? ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്ന് അതിനെ പറയാ. എന്ത്? അല്ല, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ, ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ, രാത്രി നടന്ന കാര്യങ്ങളൊക്കെ നീ മുത്തശ്ശനോട് പറഞ്ഞോ? പിന്നല്ലാതെ ഇവര് ആരെങ്കിലും പറയുന്ന കാര്യമാണോ? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറയുമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ നയനൂർ, ഓഹോ, അപ്പൊ ആ ബോധ്യം ഉണ്ടല്ലേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാന്ന്. എന്നിട്ടാണ് ആദർശേടൻ ചോദിച്ച മുത്തശ്ശനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോന്ന്. അപ്പം അറിയാം ആദർശേട്ടന് ഒരു ഭാര്യ ഭർത്താക്കന്മാരും തങ്ങളുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യം മറ്റൊരാളോട് പറയില്ലെന്ന്. എന്നിട്ട് പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞാന് വേണ്ട, കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ടെന്ന് പറയാം. ഞാൻ മുത്തശ്ശനോട് വേറൊരു കാര്യം വെച്ചേ, ഈ മുറി മാറ്റി തരുമോന്ന്. എന്താ അങ്ങനെ വെച്ചേ? അല്ല, എനിക്ക് വേറെ മുറിയിൽ പോയി കിടക്കാനായിട്ട്. എന്താ ഇനിയിപ്പൊ നീക്ക് ഈ മുറി കിടന്ന എന്താ കുഴപ്പം? എനിക്ക് പേടിയുണ്ട്, രാത്രിയിൽ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഇപ്പൊ സ്വഭാവത്തിനൊക്കെ നല്ല മാറ്റമുണ്ടെന്ന് പറയും. അതിന് ഞാനൊന്നും ചെയ്തില്ല നിന്നെ. ഒന്നും ചെയ്തൊന്നുമില്ല, ഇനിയിപ്പൊ ചെയ്തെന്ന് ആര് കണ്ടു? ഞാൻ നല്ല ഉറക്കമല്ലായിരുന്നു പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് നയനെ ഒന്ന് നോക്കുവാണ്. അപ്പൊ നയനയ്ക്ക് മനസ്സിലായി ആദർശാണ് തന്നോട് നല്ല സ്നേഹമുണ്ട്, പണ്ടത്തെ പോലെ ഒന്നുമല്ല. താൻ അടുത്ത് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, തന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. നയന എന്ത് ചെയ്യുക, ആദർശിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.